ചെങ്കടലിൽ നിന്ന് കണ്ടോ പിടിച്ച നല്ല ഫ്രഷ് മീനെ ഇന്ന് നമുക്ക് ഒന്ന് ഫ്രൈ ചെയ്ത് നോക്കാം. നോക്കിയേ, നല്ല ഐസ് പോലും വീഴാത്ത അടിപൊളി മീൻ നമ്മുടെ മച്ചന്മാർ നമുക്ക് നൽകിയതാണ്. അങ്ങനെ നമ്മുടെ എല്ലാ കൂട്ടുകാർക്കും വീണ്ടും ഒരു നളപാചകത്തിന്റെ കളരിയിലേക്ക് സ്വാഗതം. അപ്പൊ നമ്മളിങ്ങനെ ഇല്ലേ വലിയ ഫാമുകളും പപ്പായ ഫാമും പിന്നെ മുളക് ഫാമും ഒക്കെ കണ്ടു കേട്ട് ഇങ്ങനെ നടക്കുകയായിരുന്നു. അപ്പൊ ഇന്ന് നമ്മുടെ അനിത്ത് ആൻഡ് ഫാമിലിയുടെ കിച്ചണിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. അപ്പൊ ഇന്ന് ഞാൻ ഉണ്ടാക്കുന്നതെന്ന് പറഞ്ഞാൽ നമ്മൾ ഇതിന് തൊട്ട് മുമ്പേ കണ്ടല്ലോ, നല്ല അടിപൊളി മീൻ ഇല്ലേ, നല്ല വലിയ 15 കിലോ ഉള്ള വലിയൊരു വറ്റമീൻ നമ്മൾ കണ്ടു. അപ്പം ഈ വറ്റമീനിന്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഇത് ചെങ്കടലിൽ നിന്ന് പിടിച്ച മീനാണ്, ചൂണ്ടയിട്ട് പിടിച്ച നല്ല മീന്. അതിന്റെ വേറൊരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഇത് ഐസ് ഇട്ടിട്ടില്ല, ഫ്രഷ് മീനാണ് നമ്മൾ ഈ ഉണ്ടാക്കാൻ പോകുന്നത്. അപ്പം നല്ല അടിപൊളി അല്ലേ, റെഡ് സീയിൽ നിന്ന് പിടിച്ച നല്ല മനോഹരമായിട്ടുള്ള രുചികരമായിട്ടുള്ള ഒരു ഫ്രഷ് മീൻ കൊണ്ടുവന്ന് ഇങ്ങോട്ട് വന്നു കഴിഞ്ഞാൽ ഉടനെ ആ ഫ്രഷ് മീനിനെ ഒന്ന് ഫ്രൈ ചെയ്യാൻ പോവാം. അപ്പൊ നിങ്ങൾ വിചാരിക്കും ഇവരെന്തോടാ ഈ ഫ്രൈ ചെയ്യുമ്പോൾ ഞങ്ങളൊന്നും ഇടാത്ത കുറച്ച് കാര്യങ്ങൾ ഇടുന്നത്. അപ്പൊ ശ്രദ്ധിക്കുക. അപ്പം ഇതൊരു നളപാചകമാണ്, പ്രത്യേകിച്ച് ഞങ്ങൾ പ്രവാസികളുടെ ഒരു പാചകമാണ് ഞാൻ നിങ്ങളെ ഒന്ന് പരിചയപ്പെടുത്തുന്നത്. നല്ല അടിപൊളി ഇത് കണ്ടോ, നല്ല ഫ്രഷ് വറ്റമീൻ കണ്ടോ, നല്ല അടിപൊളി ഫ്രഷ് മീന് നമ്മളൊന്ന് വറക്കാൻ പോവാണ്. അപ്പൊ അതിന് വേണ്ടിയ സാധനങ്ങൾ എന്ന് പറഞ്ഞാൽ നിങ്ങൾ ഒന്ന് ചിന്തിക്കുക. സാധാരണ നിങ്ങൾ ഒരു പക്ഷേ വറക്കുമ്പോൾ ഇത്രയും ചേരുവകളൊന്നും ചേർക്കത്തില്ലായിരിക്കും. ഇതാണ് ഞങ്ങളുടെ ഒരു പ്രത്യേകത. അതായത് നല്ല അടിപൊളി കാശ്മീർ മുളക് പൊടി ഇടുന്നുണ്ട്, പിന്നെ കുരുമുളക് പൊടി ഇടുന്നുണ്ട്, പിന്നെ നമ്മുടെ പെരിഞ്ജീരകത്തിന്റെ പൗഡർ, പെരിഞ്ജീരകം, അതുപോലെ തന്നെ നല്ല ജീരകം, പിന്നെ ഒരൽപ്പ ഏലക്കാപ്പൊടി, പിന്നെ മഞ്ഞൾപ്പൊടി, പിന്നെ സ്പെഷ്യൽ ഗരം മസാലയാണ്. ഉണ്ടോ, സ്പെഷ്യലായിട്ട് പൊടിച്ചേക്കുന്ന നല്ല അടിപൊളി ഗരം മസാലയാണ്. പിന്നെ നമ്മുടെ വെളിച്ചെണ്ണ വേണം, പിന്നെ 2 തണ്ട് കറിവേപ്പിലയും, പിന്നെ ഉപ്പും. ഇത്ര സാധനങ്ങൾ ചേർത്താണ് ഞാൻ ഈ ഫിഷ് ഫ്രൈ ഉണ്ടാക്കുന്നത്. അപ്പൊ സാധാരണ നമ്മളൊക്കെ ഫിഷ് ഫ്രൈ ഉണ്ടാക്കുന്നതോ വെളുത്തുള്ളി അരയ്ക്കും, ഇഞ്ചി അരയ്ക്കും, പിന്നെ കുറച്ച് പച്ചമുളകൊക്കെ അരച്ച് ആ സ്റ്റൈലും അല്ലെ, അങ്ങനെ പല. എന്നാൽ അതൊന്നുമില്ല, വെളുത്തുള്ളിയോ ഇഞ്ചിയോ ഒന്നും ഇടാതെ ഈ മസാലക്കൂട്ടുകൾ ഇട്ട് ഒന്ന് ഫ്രൈ ചെയ്ത് നോക്കുകയാണ്. അപ്പം എല്ലാ ദിവസവും നമ്മൾ ഒരേ സ്റ്റൈലിൽ ഫ്രൈ ചെയ്ത് കഴിച്ചിട്ട് കാര്യമില്ലല്ലോ. അപ്പം ഈ പരിപാടികൾ നമുക്ക് ഒന്ന് കാണാം. ആദ്യം നമ്മൾ ഇതാട്ടെ കാശ്മീരി മുളക് പൊടി 1 സ്പൂൺ ഞാൻ ഇടുകയാണ്. അതുപോലെ തന്നെ കുരുമുളക് പൊടി ചെറിയ സ്പൂണിനൊരു 2 കുരുമുളക് പൊടി. അതുപോലെ തന്നെ നല്ല ജീരകം 1 സ്പൂൺ നല്ല ജീരകം. അതുപോലെ തന്നെ പെരിഞ്ജീരകം 1 സ്പൂണ്. അതുപോലെ തന്നെ നമ്മുടെ ഏലക്കാപ്പൊടി ചെറിയൊരു സ്പൂൺ ഇടുന്നുണ്ട്. പിന്നെ നമ്മുടെ മഞ്ഞപ്പൊടി അല്പം മഞ്ഞപ്പൊടി ഇടുന്നു. പിന്നെ നമ്മുടെ ഗരം മസാലയിലും ഈ സ്പൂണിന് 1 സ്പൂൺ ഗരം മസാല. അതിനുശേഷം നമ്മൾ വെളിച്ചെണ്ണ ഇതിനകത്തോട്ട് കുറച്ച് വെളിച്ചെണ്ണ ആദ്യം നമ്മൾ ഒഴിക്കും. ഓക്കെ, എന്നിട്ട് നമ്മുടെ ഉപ്പ് ആവശ്യത്തിനുള്ള ഉപ്പ് ഇടുക. എന്നിട്ട് ഇവനെ ഇതുപോലെ നല്ല അടിപൊളിയായിട്ട് ഇങ്ങനെ കൈയും കൊണ്ട് അങ്ങോട്ട് ഇളക്കി അങ്ങ് മിക്സ് ചെയ്യുക. നല്ലപോലെ മിക്സ് ആകണം. അപ്പൊ ഇതിന്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ നല്ല ഫ്രഷ് മീനാണ്, അല്ലാതെ ഇത് ഐസ് പോലും വീണിട്ടില്ല. അപ്പൊ നമ്മുടെ ഈ മീൻ ക്ലീൻ ചെയ്യുന്നതും അല്ലെങ്കിൽ അതിന്റെ നേർക്കാഴ്ച നല്ലൊരു വീഡിയോ ഞാൻ ഇടുന്നുണ്ട്. നല്ല ഫ്രഷ് മീൻ, ഞങ്ങൾ തൂവലെന്ന് പറഞ്ഞു ജിദ്ദക്കടുത്തുള്ള തൂവലിലെ മീനാണിത്. ഭയങ്കര ടേസ്റ്റ് ആണ്. കാരണം ഏകദേശം 500 കിലോമീറ്റർ ഒക്കെ ദൂരെയുള്ളവരൊക്കെ ഫിഷ് കഴിക്കാൻ വേണ്ടി വരുന്ന ഒരു സ്ഥലമാണ് ഈ തൂവൽ എന്ന് പറയുന്ന ഒരു സ്ഥലം. അപ്പം ചെങ്കടലിലെ നല്ല ഫ്രഷ് മീനാണിത്. അതാണ് ഇതിന്റെ ഒരു പ്രത്യേകത കേട്ടോ. ഇതിങ്ങനെ ഒന്ന് വരട്ടി വെച്ചിട്ട് ഉപ്പൊക്കെ ഒന്ന് നോക്കുക ഉണ്ടോന്ന്. അതിനുശേഷം നിങ്ങൾ ചിലവരൊക്കെ കുറച്ച് സമയം ഇത് റെസ്റ്റ് ചെയ്യാനായിട്ട് വെക്കും, ഇതിനെ ഒന്ന് പിടിക്കാൻ വേണ്ടി. ഞാൻ ആ പരിപാടി ഒന്നും ചെയ്യുന്നില്ല.
ഇങ്ങനെ തന്നെ ഫ്രഷ് മീൻ ഇങ്ങനെ തന്നെ നമ്മളൊന്ന് ഫ്രൈ ചെയ്യാൻ പോകണതാ. പാൻ അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. അപ്പം നമുക്ക് അതിന്റെ ബാക്കി കാഴ്ചകൾ കാണാം. അതാ നമ്മള് പാനിന് തീ കൊളുത്തിയിട്ടുണ്ട്. അപ്പം ഇതൊന്ന് ചൂടായിട്ടുണ്ട്. എന്നിട്ട് നമ്മുടെ വെളിച്ചെണ്ണയ്ക്കകത്ത് വേണം നമ്മൾ ഈ മീൻ ഫ്രൈ ഉണ്ടാക്കാനായിട്ട്. വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുക. അതിനുശേഷം നമ്മൾ ഈ രണ്ട് കറിവേപ്പില ഇതിനടിയിൽ ആദ്യം അങ്ങ് ഈ ഫ്രൈ പാൻ്റെ അടിയിൽ നമ്മൾ ഇങ്ങനെ അങ്ങോട്ട് വെച്ച് കൊടുക്കുക. അതിനുശേഷം നമ്മളുടെ നല്ല അരപ്പൊക്കെ പുരട്ടി വെച്ചേക്കുന്ന നല്ല അടിപൊളി ഫ്രഷ് മീന് ഇങ്ങനെ അങ്ങോട്ട് എടുക്കുക. ഓരോന്നൊന്ന് നിരത്തുക. കണ്ടോ, ഓരോ മീൻ നമ്മുടെ ഫ്രൈ പാനിലോട്ട് നിരത്തുന്നു. അപ്പം ഞങ്ങളുടെ വീഡിയോകളൊക്കെ കണ്ട് ഇഷ്ടപ്പെടുന്നവർ തീർച്ചയായിട്ടും ഞങ്ങളുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ തന്നെ ഇഷ്ടപ്പെട്ടാൽ ഒരു ലൈക്ക് തരിക. അങ്ങനെ സൗദി അറേബ്യയുടെ നല്ല കുറച്ച് സ്ഥലങ്ങളും ഫാമുകളും ഇവിടുത്തെ നല്ല നല്ല കുറച്ച് കാഴ്ചകളും അതിനോടൊപ്പം തന്നെ എൻ്റെ നളപാചക കളരിയും കൂടാണ് ഞാൻ ഈ ചാനലിലൂടെ ഇടുന്നത്. തീർച്ചയായിട്ടും പ്രത്യേകിച്ച് നമ്മളെ ബോയ്സ് അതായത് പഠിക്കുന്ന കുഞ്ഞുങ്ങളൊക്കെ തീർച്ചയായിട്ടും പാചകം ഒക്കെ ഒന്ന് അറിഞ്ഞിരിക്കണമെന്നാണ് എൻ്റെ ഒരു അഭ്യർത്ഥന. കാരണം നമ്മളൊക്കെ എന്തായാലും എത്ര വലിയ പഠിത്തക്കാരായാലും നമ്മൾ ജോലിയൊക്കെ കിട്ടി നമ്മൾ നമ്മുടെ അപ്പനെയും അമ്മയും ഒക്കെ വിട്ട് നമ്മൾ ദൂര സ്ഥലത്ത് പോകും. അപ്പോൾ ആ സ്ഥലത്ത് ഒരു പക്ഷേ നമുക്ക് ഇഷ്ടപ്പെട്ട ആഹാരം കിട്ടുന്ന സ്ഥലമല്ലായിരിക്കാം. അല്ലെങ്കിൽ എന്തെങ്കിലും നമ്മളിപ്പം സ്ഥിരം കഴിച്ചുകൊണ്ടിരിക്കുന്ന ഹോട്ടലിൽ നിന്ന് അല്ലെങ്കിൽ നമുക്കൊന്ന് വേറെ രീതിയിൽ നമുക്ക് ആഹാരം കഴിക്കണമെന്നുണ്ടെങ്കിൽ നമ്മൾ തീർച്ചയായിട്ടും അല്പം പാചകങ്ങളൊക്കെ പഠിച്ചിരിക്കണം. അപ്പം എല്ലാ ആൺകുട്ടികളോടും കൂടാണ് ഞാൻ പറയുന്നത്. അപ്പം പെണ്ണുങ്ങളുടെ മാത്രം അവകാശമല്ല ഈ പാചകം. പാചകത്തിൽ തന്നെ നളപാചകം ആണ് ഏറ്റവും ശ്രേഷ്ഠമെന്നാണ് നമ്മൾ പഠിക്കുന്നത്. അപ്പം തീർച്ചയായിട്ടും നമ്മൾ അവർക്ക് വേണ്ടി മാത്രം അവരുടെ കുത്തക മാത്രമുള്ള പാചകം നമുക്കും നല്ല സൂപ്പറായിട്ട് പാചകം ചെയ്യണം. അത്യാവശ്യം വേണ്ടിയ കാര്യങ്ങളൊക്കെ നമ്മൾ ആൺകുട്ടികളും പഠിച്ചിരിക്കുക. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നമ്മൾ നമ്മുടെ ഭാവി നമ്മൾ പോകുന്ന ഏത് സ്ഥലങ്ങളോ അല്ലെങ്കിൽ ആഹാരം കിട്ടാത്ത സ്ഥലങ്ങളോ എവിടെയായിരുന്നാലും നമുക്ക് നമ്മുടെ ഇഷ്ടത്തിന് നമ്മുടെ രുചിക്ക് അനുസരിച്ചുള്ള ഫുഡൊക്കെ ഉണ്ടാക്കി നല്ല സൂപ്പറായിട്ട് കഴിക്കാൻ പറ്റും. അപ്പോൾ നമ്മുടെ മീനെ നമ്മളിതാക്കിയിട്ട് ഇതൊന്ന് അടച്ചു വെക്കണം. അതിനുശേഷം നമുക്ക് ഇത് തിരിച്ചും മറിച്ച് വിട്ട് ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാം. അപ്പോൾ ആ കാഴ്ചകൾ നമുക്ക് കാണാം. അപ്പോൾ നമ്മൾ എല്ലാം വെച്ചിട്ട് ഇത് അടച്ചു വെക്കുക. ഓക്കെ, അടച്ചു വെച്ച് ചെറിയ തീയിൽ ഇട്ട് നമുക്കിതൊന്ന് ആദ്യം ഒന്ന് വെന്ത് വരും. അതിനുശേഷം തിരിച്ചും മറിച്ചിട്ട് ഫ്രൈ ചെയ്തിട്ട് ഇവനെ ഒന്ന് കഴിച്ചു നോക്കാം എങ്ങനെ ഉണ്ടെന്ന്. എന്താ നമ്മുടെ മീനെ നമുക്ക് തിരിച്ചിടാനുള്ള സമയമായിട്ടുണ്ട്. കണ്ടോ, അവനങ്ങനെ നല്ല വെളിച്ചെണ്ണയ്ക്കകത്ത് അങ്ങനെ കണ്ടോ അടിപൊളിയായിട്ട് ഫ്രൈ ആയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അവനെ ഒന്ന് തിരിച്ചിട്ട് കൊടുക്കുക. അതാണ് നമ്മുടെ അടുത്ത ദൗത്യം. എല്ലാ പീസും ഇതുപോലെ നമുക്ക് ഒന്ന് തിരിച്ചിട്ട് കൊടുക്കണം. അപ്പം രണ്ട് സൈഡും നല്ല അടിപൊളിയായിട്ട് ഫ്രൈ ആയി കിട്ടും. കണ്ടോ, നല്ല അടിപൊളി സ്മെല്ലാണ് കേട്ടോ. നമ്മുടെ മസാലക്കൂട്ടുകളൊക്കെ കിടങ്ങനെ സ്പെഷ്യൽ മീൻ ഫ്രൈ ആണ്. അപ്പോൾ മസാലക്കൂട്ടിൻ്റെയൊക്കെ നല്ല സ്മെല്ല് വരുന്നുണ്ട്. ഇപ്പം തന്നെ വായിൽ അങ്ങനെ വെള്ളം നിറയുക. അതാണ് നളപാചകത്തിൻ്റെ ഒരു പ്രത്യേകതയാണ്. കണ്ടോ, ഇപ്പോൾ അയലോക്കത്തുള്ള സൗദികളൊക്കെ മിക്കവാറും ഓടി വരും ഈ മീൻ ഫ്രൈയുടെ സ്മെല്ലടിച്ചിട്ട്. അത്ര അടിപൊളി സ്മെല്ലാണ്. അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങളൊക്കെ ഒന്ന് ഉണ്ടാക്കി നോക്കുക. അപ്പോൾ നമുക്ക് എല്ലാ പീസും ഇതുപോലെ തിരിച്ചിട്ടിട്ട് വെന്ത് നമുക്കിതിൻ്റെ ടേസ്റ്റ് ഒന്ന് നോക്കണം. ഓക്കെ, അപ്പം തീർച്ചയായിട്ടും ആരെങ്കിലും ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നുണ്ടെങ്കിൽ ഒന്ന് ചെയ്തേക്കുക. സൗദി അറേബ്യയുടെ നല്ല കുറച്ച് കാഴ്ചകൾ, നല്ല മനോഹരമായിട്ടുള്ള പ്രദേശങ്ങളും ഇതുപോലെ കുറച്ച് പാചക കസർത്തുകളുമായിട്ടാണ് ഞങ്ങൾ വരുന്നത്. തീർച്ചയായിട്ടും നിങ്ങളുടെ എല്ലാവരുടെയും സഹകരണം ഞങ്ങൾ പ്രതീക്ഷിക്കുന്നു. അപ്പം നമുക്ക് ഈ മീൻ ഫ്രൈ ആയതിനു ശേഷം ഇവനെ ഒന്ന് കഴിച്ചിട്ട് നമുക്കിതിൻ്റെ ടേസ്റ്റും കൂടെ ഒന്ന് നോക്കാം. ഓക്കെ, മീൻ ഫ്രൈ നല്ല അടിപൊളി, നോക്കി നല്ല ബ്ലാക്ക് കളറ് നല്ല അടിപൊളിയായിട്ട് ഫ്രൈ ആയിട്ടുണ്ട്. ഇവനെ നമ്മൾ ഇങ്ങനെ എടുത്ത് ഒരു പ്ലേറ്റിനകത്തോട്ട് ഇടുക. ഓക്കെ, അങ്ങനെ നമ്മുടെ മീൻ ഫ്രൈ ഇവിടെ റെഡിയായി. അതാന്ന് നോക്കി അതിനടിയിലുള്ള നല്ല കറിവേപ്പിലയൊക്കെ നല്ല അടിപൊളിയായിട്ടാണ് ഫ്രൈ ആയേക്കുന്നത്. അങ്ങനെ നമ്മുടെ മീൻ ഫ്രൈ റെഡി ആയിട്ടിരിക്കുകയാണ്. അപ്പോൾ ഇതൊന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കാനായിട്ട് ഒരു ടേസ്റ്ററെ കൂടെ ഞാൻ വിളിച്ചിട്ടുണ്ട്. അപ്പം നമ്മുടെ മീൻ ഫ്രൈ ഒന്ന് ടേസ്റ്റ് ചെയ്ത് ഞാൻ നോക്കട്ടെ എങ്ങനെ ഉണ്ടെന്ന്. എൻ്റെ മച്ച നല്ല കിടു ഐറ്റം,
സംസാരിക്കാൻ പോലും വായി വെള്ളം വന്നിട്ട്. അപ്പം തീർച്ചയായിട്ടും ഇങ്ങനെ നിങ്ങളൊന്ന് ഉണ്ടാക്കി നോക്കണം. കണ്ടോ, ഇത് വേറെ ലെവലാണ്. അപ്പം ഇതേപോലെ മസാലകളൊക്കെ ഇട്ട് മീൻ ഫ്രൈ ഒന്ന് ഉണ്ടാക്കി, അതും പ്രത്യേകിച്ച് ഈ കറിവേപ്പിലയൊക്കെ ഈ ഫ്രൈ ആയ കിടിലോ എന്ന് പറയാം, അത്ര അടിപൊളി ടേസ്റ്റാ. പിന്നെ അത് ഈ പച്ചക്കറിവേപ്പിലയൊക്കെ വെച്ചേക്കുന്ന ഒരു സ്റ്റൈലിന് ഒരു ഗുമ്മിന് വേണ്ടി വെച്ചേക്കുക കേട്ടോ. അപ്പം ആരെങ്കിലും ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നുണ്ടെങ്കിൽ ഒന്ന് ചെയ്തേക്കുക. സൗദി അറേബ്യയുടെ മനോഹരമായിട്ടുള്ള കാഴ്ചകളെ, അതായത് സൗദി അറേബ്യയുടെ ഭൂപ്രദേശങ്ങളെ, അതുപോലെ തന്നെ ഇവിടുത്തെ സിറ്റി, ഗ്രാമങ്ങളെ, അങ്ങനെ സൗദി അറേബ്യയിൽ ഞങ്ങൾക്ക് എത്തിപ്പെടാവുന്ന എല്ലാ കാഴ്ചകളുമായിട്ടാണ് ഞങ്ങൾ വരുന്നത്. അതുപോലെ തന്നെ ഇടയ്ക്കിടയ്ക്ക് ഇതുപോലൊരു നളപാചകവും തീർച്ചയായിട്ടും നിങ്ങൾക്ക് വേണ്ടി ഞങ്ങൾ ഒരുക്കും. അപ്പം അടുത്ത നല്ലൊരു സൗദി അറേബ്യൻ കാഴ്ചകൾ വരുന്നതുവരെ എൻ്റെ എല്ലാ കൂട്ടുകാർക്കും നന്ദി, നമസ്കാരം, ബൈ ബൈ.